ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന മാനസിക സംഘർഷമാണോ അച്ഛൻ ഇന്നലെ രാത്രി അനുഭവിച്ചത്? അച്ഛൻ ഇതിന് എന്തെങ്കിലും ഉത്തരവാദിയാണോ? സന്ദീപ് എന്തെങ്കിലും ചെയ്തിട്ടാണോ? പോട്ടെ, നീയും സച്ചി അടക്കം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇതൊക്കെ ഉണ്ടായത്? ആരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു. എന്റെ നന്ദേട്ടൻ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നത് എല്ലാരും കാണുന്നതല്ലേ? ഇതെല്ലാം വെറുതെ അങ്ങനെ സംഭവിച്ചാണെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല. സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ടായി പോയത് മുതൽ ഇന്നലെ രാത്രി ആ ഗുണ്ടകൾ കയറി വന്ന് ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വരെ എല്ലാത്തിനും കാരണം ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാ അവരെങ്ങനെ കുറ്റം പറയാൻ പറ്റും? ആശുപത്രി വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഇതൊന്നും അച്ഛൻ വിശ്വസിക്കുന്നില്ല എന്നല്ലേ അന്ന് എന്നോട് പറഞ്ഞത്? അച്ഛനും കൂടി എന്നെ കൈവിടുകയാണോ? ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം എന്റെ കുഞ്ഞിന്റെ തലയെ കൊണ്ടുപോയി ഇടാനാണ് അവധിയെടുത്ത് ശ്രമിക്കുന്നത്. എന്റെ വയറ്റിൽ വളരുന്ന ജീവൻ അച്ഛന്റെ മകന്റേതാ. ഈ വീട്ടിലെ പേരക്കുട്ടിയാ അത്. ആ കുഞ്ഞിന്റെ പേരിലാ ഇങ്ങനെ ദോഷം ആരോപിക്കുന്നത്. അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തി കിട്ടിയ കുഞ്ഞിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല അച്ഛാ. അച്ഛാ, ഞാനും സച്ചേട്ടനും ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയല്ലേ അച്ഛാ? ഇവിടെയും വൃന്ദാവനത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം എന്റെ കുഞ്ഞുമായിട്ട് ചേർത്ത് വെക്കുന്നത് എന്തിനാ? ആ ജോത്സ്യം പറഞ്ഞതൊക്കെ കള്ളമാണ് അച്ഛാ. അതിന് അച്ഛനും കൂടി കൂട്ടു നിൽക്കല്ല. ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഞാൻ അംഗീകരിക്കില്ല. സച്ചിയുടെ മാത്രമല്ല, ഞങ്ങളിത് അംഗീകരിക്കില്ല. ലോകത്ത് ഇന്ന് വരെ ഒരു കുഞ്ഞിനും ഇതുപോലൊരു ദുർവിധി നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. അച്ഛാ, അച്ഛനിത് വിശ്വസിക്കരുത്. ഇതുപോലെ ഒരുപാട് കള്ള ജ്യോത്സ്യന്മാർ ഈ നാട്ടിലുണ്ട്. അവര് പല മതങ്ങളിലും ജാതികളിലും പല രൂപത്തിലും ഉണ്ട്. അവര് പറയുന്നൊക്കെ വിശ്വസിക്കാൻ പോയാൽ പിന്നെ ഇവിടെ ഒരു കുഞ്ഞുങ്ങൾക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഗുണ്ടകളൊക്കെ വീട്ടിൽ കയറി വന്നതും പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ ശരിയാ. അതിന്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ചില ടിപ്പർ ഡ്രൈവർമാരെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരും.